കല്യാണത്തണ്ടിൻ്റെ കലരുമോണ്ടിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഈ റൈഡ് എങ്ങോട്ടാന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നത് ശരിക്കും ഓർഡർ പ്രകാരമല്ലായിരുന്നു. അപ്പം ആദ്യം വന്നത് കല്യാണത്തണ്ട് വീഡിയോ ആയിരുന്നു, പിന്നെ കാൽവരി മൗണ്ട് വീഡിയോയും വന്നു. ശരിക്കും റൈഡ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ കാൽവരി മൗണ്ടാണ് പോയത്. അപ്പോൾ അന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കരിമ്പനിൽ ജിയോബ്രോയുടെ വീട്ടിൽ സൈക്കിൾ വെച്ചിട്ട് പോയായിരുന്നു. അപ്പം തിരിച്ച് സൈക്കിൾ എടുക്കാൻ വന്ന ദിവസമാണ് ഇന്ന്. ഇതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ കല്യാണത്തണ്ട് വ്യൂ പോയിൻ്റൊക്കെ പോയി ബസ്സിനാണ് വന്നത്. രാവിലെ ആയപ്പോൾ കല്യാണത്തണ്ട് വ്യൂ പോയിൻ്റൊക്കെ കയറിയിട്ട് തിരിച്ചൊരു 10 മണിയൊക്കെ ആയപ്പം ഞാനിവിടെ എത്തി. ഇപ്പം കരിമ്പനാണ്, ഇടുക്കി ജില്ലയിലെ കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ നിന്ന് ജിയോബ്രോയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് റൈഡ് തുടങ്ങി. അപ്പം ഞങ്ങൾ ചെറുതോണിക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചെറുതോണി ചെന്നിട്ട് അവിടെ നിന്ന് എനിക്ക് തിരിച്ച് തൊടുപുഴ ചെന്നിട്ട് എറണാകുളം പോകാനാണ്. ജിയോബ്രോ എൻ്റെ കൂടെ തൊടുപുഴ വരെ റൈഡിന് വരുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി 1-2 ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. കുളമാവ് ഡാമിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള ഏരിയകളും പിന്നെ പോകുന്ന വ്യൂ പോയിൻ്റ്, അങ്ങനത്തെ 2-3 ചെറിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും ജസ്റ്റ് എനിക്കൊരു റിട്ടേൺ ജേണിയാണ്. മെയിനായിട്ട് ഞാൻ സൈക്കിൾ എടുക്കാമെന്നാണ്. പിന്നെ ജിയോബ്രോയും ഒരു റൈഡ് പോയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. അപ്പോൾ ജിയോബ്രോയ്ക്കും ഒരു റൈഡ് പോകണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിന്ന് പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ കുളമാവ് ഡാമിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് നമ്മൾ ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ് വഴിയാണ് പിന്നെ ഉടുമ്പന്നൂർ, കരിമണ്ണൂർ ആ ഒരു റൂട്ട് കയറി നമ്മൾ തൊടുപുഴ ചെല്ലും. നമ്മൾ മെയിൻ റൂട്ടിലോട്ട് പോയി കയറി. ഇതിപ്പം ഇടുക്കിക്ക് പോകുന്ന റൂട്ടാണ്. ചെറുതോണി, ഇടുക്കി, കട്ടപ്പനയൊക്കെ പോകുന്ന റൂട്ടാണ്. നല്ല വെയിലാണ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ രാവിലെ ഞാൻ കല്യാണത്തണ്ടൊക്കെ കയറിയിട്ട് തിരിച്ചു വന്നു. ജിയോബ്രോ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങി. അപ്പം കറക്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങളിപ്പോൾ ഒരു 10:30 ആയി. ഏകദേശം 10:30 ആയപ്പോൾ തന്നെ മൊത്തത്തിൽ നിന്ന് പൊള്ളി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം വെയിലായതുകൊണ്ട് തന്നെ തുടക്കം കുറച്ച് ക്ലൈംബ് ഉണ്ട് കേട്ടോ. ചെറുതോണിയിൽ നിന്ന് ഒരു കുറച്ചധികം ഒരു 10 കിലോമീറ്ററോളം ക്ലൈംബ് ഉണ്ടാവും. പക്ഷെ ഒത്തിരി സ്റ്റീപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ വെയിലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കാൽവരി കൊണ്ട് പോയപ്പോഴും ആ വെയിലായതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞ. അപ്പോൾ നമുക്ക് കയറ്റങ്ങളൊന്നും കുഴപ്പമില്ല. നമുക്ക് ക്ലൈമറ്റാണ് ശരിക്കും എപ്പോഴും റൈഡിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും സൈക്കിളോ നമ്മുടെ മറ്റു കണ്ടീഷൻസൊന്നും കുഴപ്പമില്ല. വെതറാണ് ശരിക്കും നമ്മളെ പേഴ്സണലി എൻ്റെ കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ മടുപ്പിക്കുന്ന ക്ലൈമറ്റ് ആയിരിക്കും. അത് വെയിലാണെങ്കിൽ പെട്ടെന്ന് അതുപോലെ വെള്ളം കുടിക്കണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ നോക്കണം, അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ബാക്കി ഫാക്ടേഴ്സൊക്കെ കുഴപ്പമില്ല. നല്ലൊരു മഴയൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരു ക്ഷീണമില്ലാണ്ട് എത്ര ദൂരം വേണമെങ്കിലും ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറുതോണി ടൗൺ എത്തി. നമ്മൾ ചെറുതോണി ടൗണിൽ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് വന്ന വഴിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ കുളമാവ് തൊടുപുഴ റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഫോറസ്റ്റ് റോഡാണ് കേട്ടോ. അപ്പം തിരക്ക് കുറവുള്ളൊരു റോഡാണ്. നമുക്ക് തൊടുപുഴയ്ക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു റോഡ് ഇതാണ്. പക്ഷേ ഞങ്ങൾ ഇത് പകുതി കഴിയുമ്പോൾ തിരിയും. കാരണം ഉപ്പൂന്ന് വ്യൂ പോയിൻ്റൊക്കെ പോകാൻ ഓർത്താണ്. ആ ഒരു റോഡ് അധികം ആൾക്കാർ സഞ്ചാരം ഇല്ലാത്തൊരു റോഡാണ്. പക്ഷേ ഫുള്ള് ഡൗൺ ഹില്ലാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ. ഇത് ഇടുക്കി ഡാമിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ടോ. ഇടുക്കി ഹിൽ വ്യൂ പാർക്കിലോട്ടും അതുപോലെ തന്നെ ഡാമിൻ്റെ ആ ഒരു ആർച്ച് ഡാമിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് ഈ ഒരു വഴിയാണ് പോകുന്നത്. ചെറുതോണിയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്ററാണ് ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ് വരെ ഉള്ളത്. അപ്പോൾ ഈ ഒരു റോഡ് തുടക്കം കുറച്ച് ക്ലൈംബും ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ ഹില്ലൊക്കെ ആയിട്ടൊരു മിക്സഡ് കണ്ടീഷനായിരിക്കും. പിന്നെ ഈ ഫോറസ്റ്റ് റോഡ് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണലുണ്ടാകും കേട്ടോ. മൊത്തത്തിൽ ഇപ്പം നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ഈ മരങ്ങളൊക്കെ ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ പ്രതീക്ഷത്ര ഒരു മടുപ്പൊന്നും അനുഭവപ്പെട്ടില്ല. അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ആ ഒരു വലിയ തിരക്കും ഇല്ലായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അധികം വണ്ടികളൊന്നുമില്ല. ഇടയ്ക്ക് KSRTC ബസ്സുകളും വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ വരുന്നുള്ളായിരുന്നു. അപ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു. ജിയോബ്രോ നല്ല അടിപൊളി റൈഡറാണ് കേട്ടോ. നല്ല സ്റ്റാമിനയുണ്ട്. ഞാൻ ചേസ് ചെയ്യാൻ കുറേയധികം കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ കയ്യിൽ MTB ആണ് ഇരിക്കുന്നത്. ജിയോബ്രോ നല്ല പറന്ന് പോവുകയാണ്. അപ്പം ജിയോബ്രോ വീട് ഇവിടെ കരിമ്പനായതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പമുള്ള റൈഡുകൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളൂ. ഹോളിഡേ റൈഡേഴ്സിലെ മെമ്പറാണ് ജിയോബ്രോ. ബാക്കി എല്ലാവരും തന്നെ കോതമംഗലം തൊടുപുഴ സൈഡായതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സൈഡിലോട്ട് റൈഡിന് വരുമ്പോഴൊക്കെയാണ്, പിന്നെ ലോങ് റൈഡ് പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ജിയോബ്രോനെ കാണാൻ കിട്ടുക. ഇനി അടിപൊളിയായിരുന്നു ജിയോബ്രോയുടെ കൂടെയുള്ളൊരു റൈഡ്.
ഈ വ്യൂ ആണ് ഞാൻ ചോദിച്ചത്, കുളമാവിൻ്റെ ഇവിടെ ഇപ്പുറത്തൊന്നും കണ്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം കുളമാവ് ഡാം എത്താറായിട്ടുണ്ട്. നമ്മൾ പക്ഷെ അവിടെ വരെ ഡാമിൻ്റെ അവിടെ വരെ പോകുന്നില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് തിരിയണം. ഇവിടെ ബോർഡുകളുണ്ട് കേട്ടോ, അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഉപ്പുന്ന് വ്യൂ പോയിന്റ് 2.5 കിലോമീറ്റർ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലോട്ട് ഒരു ബോർഡ് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു റൂട്ടിൽ കയറി പോവുക. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ട ഫുട്ടേജിൽ ആയിരുന്നൊരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടുന്ന് മുകളിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ ചുരുളി സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ടൊക്കെ എത്താൻ പറ്റും. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ബോർഡുകൾ കാണും. പിന്നെ നേരെ പോകുമ്പോൾ തന്നെ കുറേ എറണാകുളത്തോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ വെച്ചാൽ വലിയൊരു ബോർഡുണ്ട് കേട്ടോ. അപ്പം ഇവിടുന്ന് മുകളിലോട്ടുള്ള റൈറ്റ് സൈഡിലോട്ടുള്ള ഒരു കയറ്റമാണ്. അപ്പം ഈ ഒരു ജംഗ്ഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, കൺഫ്യൂസിങ് ആയിട്ട് സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടുന്ന് നേരെ മുകളിലോട്ട് ഒരു 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൂന്ന് വ്യൂ പോയിന്റിലെത്താം. നമ്മളിപ്പോൾ വ്യൂ പോയിന്റ് എത്തി. റോഡ് സൈഡിൽ തന്നെയാണ് ഈ വ്യൂ പോയിന്റ്, നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര എളുപ്പമാണ്. ഞങ്ങളിപ്പോൾ ഞാൻ മുമ്പേ കാണിച്ച ഡീവിയേഷൻ കഴിഞ്ഞൊരു 2.5 കിലോമീറ്റർ മുന്നോട്ട് വന്നപ്പോൾ തന്നെ റോഡ് സൈഡിൽ നമുക്ക് ഈ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഏത് വാഹനത്തിന് വേണമെങ്കിലും പെട്ടെന്ന് എത്തിപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് തൊടുപുഴ ചെറുതോണി റൂട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 15 മിനിറ്റ് നീക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കണ്ടുപോകാൻ പറ്റും. ഏത് വാഹനത്തിനാണെങ്കിലും കേട്ടോ, സൈക്കിളാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. ഗ്ലാസ് അവിടെ ഇരിക്കുകയാണോ?
അങ്ങനെ ഇവിടെ ഒരു 15-20 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാനാണ്. പിന്നെ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് ഇതിൻ്റെ അപ്പുറത്തുണ്ട്. അതിന് മുറംകെട്ടിപ്പാറ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡൗൺ ഹിൽ അടിച്ച് നമ്മളൊരു ജംഗ്ഷനിലെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ച് കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു മുറംകെട്ടിപ്പാറ എന്ന് പറയുന്ന ഒരു ടോപ്പ് ഏരിയ എത്തും. അവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒത്തിരി ടൈം നിന്നില്ല, ഇനി അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പാറപ്പുറത്ത് കുറേ നേരം ഇരുന്ന ശേഷം ഞങ്ങൾ ഇവിടുന്ന് റിട്ടേൺ പോവുകയാണ്. ഞാനിവിടുന്ന് തൊടുപുഴ നേരെ കൊരട്ടിക്ക് റിട്ടേൺ ആണ്. ജിയോ ബ്രോ തൊടുപുഴ ചെല്ലുന്നതിന് മുമ്പൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് വണ്ണപ്പുറം ക്ലൈംബ് അടിച്ചിട്ട് തിരിച്ച് കരിപ്പൻ പോകാനാണ് പ്ലാന്. അപ്പം ഇതൊരു നമ്മൾ കാൽവരി മൗണ്ടിലോട്ട് ഇറങ്ങിയ ഒരു യാത്രയാണ്. ഒടുവിൽ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിനു മുമ്പത്തെ 2 വീഡിയോസ് നമ്മൾ മേട്ടിക്കുറഞ്ഞ് കാണാൻ പോയ ആ ഒരു വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വടാട്ടുപാറ വാട്ടർഫോൾസിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.